ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമസ്റ്റർ 6-ലെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിലെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗെയിം സെറ്റ് ടു ലൈറ്റ് ബൈ അനിത ദേശായി. അനിത ദേശായി is an Indian novelist and a writer. She has been shortlisted for Booker Prize 3 times. And she won the Guardian Prize for the work The Village by the Sea. The major themes of Desai novels include isolation, escapism, and affection in marriage. And she is known as the mother of the Indian psychological novel. അനിത ദേശായി എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ള ഗെയിം സെറ്റ് ടു ലൈറ്റ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1978-ലാണ്. It's a short story about a young boy named Ravi who plays hide and seek with his brothers and sister in a very hot summer day. രവി ആണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ബോയ് ആണ്. അവൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെയും സിസ്റ്റേഴ്സിൻ്റെ കൂടെയും ഹൈഡ് ആൻഡ് സിക്ക് ഒളിച്ച് കളിക്കുന്ന ഒരു ചെറിയൊരു സീനാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ അനിത ദേശായി നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കിനി ആ ഒരു ഷോർട്ട് സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിലെ കുട്ടികളൊക്കെയാണ് മീര, രഘു, മനു, രവി, ഇത്രയും പേരാണ്. ഇവരെല്ലാവരും കസിൻസാണ്. രവിയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. പിന്നെ രഘുവിനെയും നമുക്കിതിൽ കുറച്ച് റോൾസ് ഉണ്ട്. മീര, മനുവിനെയൊക്കെ കുറിച്ച് ചെറുതായിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഗെയിം കളിക്കുകയാണ് ടു ലൈറ്റ്. സന്ധ്യാസമയത്തൊക്കെ അവരൊരു ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഹോട്ട് സമ്മർ ഡേയിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർനൂൺ സ്വാഭാവികമായിട്ടും വെരി ഹോട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും കൂടെ മദറിൻ്റെ അടുത്ത് പോയി നിന്ന് ഇങ്ങനെ കെഞ്ചാണ്, പുറത്ത് പോയി കളിച്ചോട്ടെ, ഒളിച്ച് കളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അപേക്ഷിക്കുമ്പോൾ അമ്മ സമ്മതിക്കുന്നുണ്ട്, കളിക്കാൻ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ഇവർ പുറത്തേക്ക് പോയി കളിക്കുകയാണ്. വളരെ വേഗത്തിൽ അമ്മ സമ്മതിച്ച ആ ഒരു സന്തോഷമൊക്കെ ഉൾക്കൊണ്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇവരിങ്ങനെ പോവാണ്. പോയിട്ട് ഇവരെന്താ കളിക്കുന്നത്, ഹൈഡ് ആൻഡ് സീക്ക് ഒളിച്ച് കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കളിക്കുമ്പോഴേക്കും എല്ലാവരെയും കണ്ടുപിടിക്കാനായിട്ട് ഒരാൾ വേണം, ബാക്കി എല്ലാവരും ഒളിച്ചിരിക്കും. അതാണല്ലോ ഗെയിം. അങ്ങനെ മീര ചൂസ് ചെയ്യാണ് ആരാണ് ആ ഒരു ലീഡർ ആരാന്നൊക്കെ അറിയാനായിട്ട് മീര അത് ചൂസ് ചെയ്യുന്നുണ്ട്. മീരയാണ് ഈ കൂട്ടത്തിൽ ഇച്ചിരി മുതിർന്ന ഒരു കുട്ടി. അങ്ങനെ മീര രഘുവിനെയാണ് ലീഡറായിട്ട് എടുക്കുന്നത്. ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നു, ഒളിച്ചിരിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ രഘു 1 to 100 വരെ ഇവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ രഘു 1 to 100 വരെ എണ്ണിക്കഴിഞ്ഞു. ആദ്യം കാണുന്നത് മനുവാണ്. മനു കിട്ടത്തിൽ ഒരു കുഞ്ഞു കുട്ടിയാണ്, അപ്പോൾ ഒളിച്ച് കളിക്കാൻ അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പോൾ ആദ്യം കാണുന്നത് മനുവിനെയാണ്. എന്നിട്ട് അപ്പോൾ ഈ രവിക്ക് ഇങ്ങനെ വിചാരിക്കും രവിക്ക് തന്നെ ജയിക്കണം. വളരെ ഒരു ഇന്നസെൻസാണ് ഇതിലൂടെ കാണിക്കുന്നത്. എനിക്ക് എന്നെ വിൻ ചെയ്യണം, രഘു എന്നെ വന്ന് ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ രവി എന്നിട്ടൊരു സ്യൂട്ടബിൾ പ്ലേസൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയിരിക്കും. അതൊരു ഇരുട്ട് നിറഞ്ഞൊരു മുറിയാണ്, ഒരു ഷെഡ്. അവിടെ ഒത്തിരി ആനിമൽസും ഇൻസെക്ട്സൊക്കെ ഉണ്ട്, ചത്ത് കിടക്കുന്നതുണ്ട്, ജീവനോടുള്ളതൊക്കെ ഉണ്ട്. എന്നിട്ടും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കും. കുറേ സമയം കഴിഞ്ഞിട്ടും ഈ രവിയെ കണ്ടുപിടിക്കാൻ രഘു വരത്തില്ല. അപ്പോൾ ഇവനിങ്ങനെ വിഷമമുണ്ട്, എന്നാലും സന്തോഷമാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് ഈ ഒരു ഗെയിമിൽ വിൻ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കും. അറ്റ് എ സെയിം ടൈം വിഷമമുണ്ട് ആരും വന്ന് കണ്ടുപിടിക്കാത്തതിൽ. അപ്പോൾ ലാസ്റ്റ് എന്താ, രവി തന്നെയാണ് ഇവിടെ ജയിക്കുന്നത് അല്ലേ. അപ്പോൾ രഘു കണ്ടുപിടിച്ചില്ലല്ലോ. അങ്ങനെ ജയിക്കണമെങ്കിൽ എന്ത് വേണം, രഘു എവിടെ നിന്നാണോ എണ്ണിയത് അവിടെ പോയി സാറ്റടിക്കണം. ആ സമയത്തല്ലേ ജയിക്കത്തുള്ളൂ. അങ്ങനെ രവി കുറേ സമയത്തിന് ശേഷം ആരും കണ്ടുപിടിക്കാൻ വരാത്തതിന് ശേഷം രവി അവിടെ പോയി സാറ്റടിക്കാൻ പോകുന്ന സമയത്ത് ബാക്കി എല്ലാവരെയും കണ്ടിങ്ങനെ അന്തം വിട്ടിങ്ങനെ അതിശയത്തിൽ നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ കുട്ടികളും രവി ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് ആ കാര്യമൊക്കെ മറന്നുപോയി. അവർ വേറൊരു കളിയിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ഇവനെ കാണുമ്പോൾ, രവിയെ കാണുമ്പോൾ ഇങ്ങനെ അതിശയത്തോടെ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താ, രവിക്ക് ഭയങ്കര വിഷമം. എല്ലാവരും ഇവനെ മറന്നുപോയി വേറൊരു ഗെയിമിലേക്ക് പോവുകയും ചെയ്തു അല്ലേ. അങ്ങനെ വളരെ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ മീര വന്നിട്ട് പറയും, വാ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഈ ഗെയിമിലൂടെ കളിക്കാം. ഒരു വേറെ ഗെയിം സ്റ്റാർട്ട് ചെയ്തല്ലോ, ആ ഗെയിമിലൂടെ അത് കണ്ടിന്യൂ ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവൻ പോത്തൊന്നുമില്ല.
ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർ വിളിച്ചു കളിക്കാനായിട്ട്, പക്ഷെ അവൻ പോയില്ല. അവൻ കരഞ്ഞ് വിളിച്ച് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എൻഡ് ചെയ്യാണ്. ഒരു വളരെ കുഞ്ഞു ഷോർട്ട് സ്റ്റോറിയാണ്. ഒരു യങ് ബോയ് രവിയുടെ കഥയാണ് ഇതിലൂടെ പറയുന്നത്. അവർ കളിക്കുന്ന ഗെയിം ഹൈഡ് ആൻഡ് സീക്ക്. ആ ഒരു ഹോട്ട് സമ്മർ ഡേയിൽ കളിക്കുന്ന ഒരു ഗെയിം. ഓക്കെ, ആൻഡ് ഇത് 1978 പബ്ലിഷ് ചെയ്തത്. ഇതിലെ തീംസ് എന്ന് പറഞ്ഞാൽ ഏലിനേഷൻ ആൻഡ് ഐസൊലേഷൻ ആണ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ടോൺ എന്താണെന്ന് ചോദിച്ചാൽ ഡെസ്പറേറ്റ് ആൻഡ് സീരിയസ്. അത് രണ്ടുമാണ് ഇതിൽ ഡീൽ ചെയ്യുന്ന രണ്ട് ടോൺസുകൾ. രവി, രഘു ഒരു കസിൻസാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് ഷോർട്ട് സ്റ്റോറി, പ്ലീസ് ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.